ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാട്ടോ. നമ്മളിന്നിവിടെ പ്രോൺസ് ബിരിയാണിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബിരിയാണി റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണി, പ്രോൺസ് ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 500 ഗ്രാം ചെമ്മീൻ ഞാൻ നല്ല പോലെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 400-450 ഗ്രാമോളം ഉണ്ടാവും നമ്മൾ ക്ലീൻ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ നല്ല പോലെ നമ്മൾ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂണ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതേപോലെ തന്നെ പെരിഞ്ജീരകം, ഇത്രയും ചേർത്ത് നമ്മൾ ചതക്കി എടുത്തിട്ടുള്ളതാട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നമുക്ക് കൈവച്ച് നല്ലപോലെ ഒന്ന് തിരുമ്മി ഒന്ന് മാറ്റി വെക്കാം. നമ്മുടെ ഈ ഒരു മീനിലേക്ക് ഈ ഒരു മസാല ഒന്ന് പിടിച്ച് കിട്ടണം. മാറ്റി വെക്കാം. നമ്മൾ 250 ml കപ്പിൽ 4 കപ്പ് അരി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ല ബസ്മതി റൈസ് ആട്ടാ. നമ്മൾ സാധാരണ മന്തിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് ഒരു 2-3 തവണ നമ്മളൊന്ന് കഴുകി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു 6-7 ഗ്രാമ്പു, 2 ഏലക്ക, പട്ട, ജീരകം, കുരുമുളക്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിൻ്റെ ആ ഒരു പേസ്റ്റ് വളരെ കുറച്ച് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഗീയും കൂടെ ചേർക്കുക. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതിന് പകരം നിങ്ങൾക്ക് നാരങ്ങ നീര് ചേർത്താലും മതിയാവും. മൂടി വെക്കാം. ഒന്നും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ റൈസിനുള്ള വെള്ളമൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു മാഗി ക്യൂബിൻ്റെ പകുതി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി നമ്മുടെ മസാല റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ചിട്ടുള്ള അരി ഞാനൊരു സ്റ്റെയിനറിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ അരി ഒന്ന് തിളച്ച് വരട്ടെ. എണ്ണ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ചൂടായി. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു 2 സവോള നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തങ്ങ് എടുക്കാം കേട്ടോ. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ചെമ്മീൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒത്തിരി ഒന്നും നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളെപ്പോഴും ഒരു ജ്യൂസി ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 30-40 മിനിറ്റോളം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും. ഒത്തിരി അങ്ങോട്ട് ഹാർഡായി കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു 2-3 മിനിറ്റ് ഇത് എണ്ണയിലൊന്ന് കിടക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് നമ്മൾ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുത്ത് മാറ്റുന്നത്, കണ്ടില്ലേ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. മസാല റെഡിയാക്കി എടുക്കുന്ന കേട്ടോ. എക്സ്ട്രാ നമ്മൾ എണ്ണ ചേർക്കുന്നൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ ചതക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം ചെയ്തെടുത്ത എണ്ണയിലാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിയെടുത്ത നമ്മുടെ മാഗി ക്യൂബിൻ്റെ ചെറിയൊരു പോർഷൻ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ
ഞാനിവിടെ ഒരു 2 സവോള എടുത്തിട്ടുണ്ട്. വളരെ തിന്നായിട്ടാണ് നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് ഒരു 3 ചെറിയ തക്കാളി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് സോഫ്റ്റായി കിട്ടണം. നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് റെഡി ആവട്ടെ. അപ്പം നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളി നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ സെപ്പറേറ്റ് വേറെ ഒരു മസാലയും നമ്മൾ ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ 1 ടേബിൾ സ്പൂണോളം ഗരം മസാല. അതിൽ നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മസാലകളൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാ നമ്മുടെ മസാലയിലേക്ക് ഞാനിവിടെ നമ്മൾ മാറ്റിയെടുത്ത് നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കുറച്ച് ഒനിയനും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതാ നമ്മൾ ദം ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു പോട്ടിൽ നമ്മൾ ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ റൈസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു ലെയറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. 2 ലെയർ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതാ ഒരല്പം ഒനിയനും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം യെല്ലോ ഫുഡ് കളറൊന്ന്, അതോടൊപ്പം തന്നെ ഒരു റെഡും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരല്പം ഗരം മസാല, വളരെ നല്ല ടേസ്റ്റാണ് നമുക്കിത് ദം ചെയ്ത് വരുമ്പോൾ. ഇത്രയും മതി. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ഇവിടെ ദം ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു 25 മിനിറ്റ് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ കുറച്ച് വലിയ ബൗളിലേക്കോ നമുക്കിതൊന്ന് മേലത്തെയുള്ള റൈസ് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പ്രോൺസ് ബിരിയാണി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല അടിപൊളി സ്വാദാട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.